എല്ലാ പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രണ്ട് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ എയും ബിയും രണ്ട് ഫയലുകളായി നൽകിയിരിക്കുന്നു. അതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് നിങ്ങൾ ശാരീരികമായി ആഗ്രഹിക്കുന്നത് ആരാണ്, അതിനെക്കുറിച്ചുള്ള റീഡിംഗാണ്. എ എന്ന ഫയലും ബി എന്ന ഫയലും തിരഞ്ഞെടുത്ത ആളുകൾ കൃത്യമായി ഈ റീഡിങ് കേൾക്കുക. ആദ്യം എ എന്ന ഫയൽ തിരഞ്ഞെടുത്തവർ റീഡിംഗാണ് പറയുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത് ആയിട്ട് എ എന്ന അക്ഷരം ഫയലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങളെ ശാരീരികമായി ആരോ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങൾ വിശ്വസിക്കുന്ന ആ വ്യക്തി തന്നെയാകാം. ആ വ്യക്തി നിങ്ങളുമായി കൂടുതൽ അടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ, നിങ്ങളോടൊത്ത് ജീവിതം പങ്കുവെക്കാൻ ആഗ്രഹിക്കുമ്പോൾ ആ വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ ശരീരവും ആ വ്യക്തി ആഗ്രഹിക്കുകയാണ്. നിങ്ങളോടൊത്ത് സമാധാനപൂർണമായൊരു ജീവിതം, ഈ ജീവിതത്തിൽ എല്ലാം പങ്കുവച്ച്, ഈ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും അറിഞ്ഞ് മനസ്സിലാക്കി നിങ്ങളോടൊത്തുള്ളൊരു ജീവിതം. ഒരുപാട് മാനസികമായ വിഷമങ്ങളും ഒരുപാട് സങ്കടങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഒരുമിക്കാൻ കഴിഞ്ഞത്, നിങ്ങൾക്ക് ഒരുമിച്ചെത്താൻ കഴിഞ്ഞത്. ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും അതിൽ ഇടയിലുണ്ടാകും. അതെല്ലാം തരണം ചെയ്തുകൊണ്ട്, അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ആ ബന്ധത്തിൽ ആ വ്യക്തി അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് കേൾക്കാനാണ് ഒരു പക്ഷേ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കതിൽ എതിർപ്പുണ്ടാവില്ല. കാരണം നിങ്ങളും മനസ്സുകൊണ്ട് ആ വ്യക്തി ഇഷ്ടപ്പെടുന്നു. നിങ്ങൾക്ക് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും നിങ്ങൾക്ക് സഹായമായി വരുന്ന, നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന, നിങ്ങളുടേതെന്ന് നിങ്ങൾ എന്നെന്നും അവകാശപ്പെടുന്ന, ഇഷ്ടപ്പെടുന്ന ആ വ്യക്തിയെ ഒരിക്കൽ പോലും വിട്ടുകളയാനോ ആ വ്യക്തിയെ ഒരിക്കൽ പോലും വേണ്ടെന്ന് വെക്കാനോ ഒന്നും നിങ്ങൾ തയ്യാറല്ല. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് കാലം മുതൽക്കേ ആ വ്യക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ ആ വ്യക്തി നിങ്ങൾ അത്രയും ആഗ്രഹിക്കുന്നു. ആ വ്യക്തി ഇല്ലാതെ ഒരിടത്തേക്കും പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ആ വ്യക്തി നിങ്ങൾക്കെല്ലാത്തിനും വേണം. കാരണം ആ വ്യക്തിയിലൂടെയാണ് നിങ്ങൾ ഈ ലോകത്ത് നിലനിൽക്കുന്നത് തന്നെ. നിങ്ങളെ അത്രയ്ക്ക് ഇഷ്ടമാണ്, നിങ്ങളെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ കാര്യത്തിൽ ഒട്ടും എതിരഭിപ്രായമില്ല. നമുക്ക് രണ്ടാമത്തെ ബി എന്ന ഫയൽ തിരഞ്ഞെടുത്ത ആളുകളുടെ റീഡിങ്ങിലേക്ക് അതിവേഗം പോകാം. ഒരാൾ നിങ്ങളെ ശാരീരികമായി ആഗ്രഹിക്കുന്നു. അത് ആരാണെന്നുള്ള ചോദ്യത്തിനാണ് നിങ്ങൾ ഇപ്പോൾ നോക്കുന്നത്. നിങ്ങൾക്ക് ഒരിക്കൽ പോലും നിങ്ങൾ ചിന്തിക്കാത്ത, ഒരിക്കൽ പോലും നിങ്ങൾ മനസ്സിലാക്കാത്ത ഒരു വ്യക്തി തന്നെയാണ്. ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കൽ പോലും ചിന്തിക്കാത്തൊരു വ്യക്തിയാണ്. ഇത് രണ്ടാമത്തെ ഫയലുകാരുടെ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരിക്കൽ പോലും നിങ്ങളുടെ മനസ്സിൻ്റെ ചിന്തയിലേക്ക് ഇന്ന വ്യക്തിക്ക് ഇത്തരത്തിലൊരാഗ്രഹം ഉണ്ടാകുമോ അല്ലെങ്കിൽ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ഒരിക്കൽ പോലും വിചാരിക്കാത്തതായിരിക്കും. അത്തരത്തിലൊരാൾ നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു, നിങ്ങളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ പോലും അങ്ങനെ ഒരു വ്യക്തി അത് ചിന്തിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ ഒരു വ്യക്തി അത് ചിന്തിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിൽ അത്തരം ഒരു ചിന്ത ഉണ്ടായിരിക്കുന്നു. നിങ്ങൾക്ക് അത്ഭുതമായിരിക്കും. അങ്ങനെ ഒരാളെപ്പറ്റി ഒരുപക്ഷെ നിങ്ങൾക്ക് അത്ഭുതമാണെങ്കിലും ചെറിയ സംശയങ്ങൾ നിങ്ങൾക്ക് തോന്നിയേക്കാം. ഏതായാലും ആ ആളുടെ ഉള്ളിൽ അത്തരത്തിലൊരു കാര്യമുണ്ട്. പക്ഷേ ആളത് പറയുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾ ഒരിക്കൽ പോലും ആ വ്യക്തിയുടെ വായിൽ നിന്നും അത്തരം ഒരു കാര്യം അറിയണമെന്നില്ല. മനസ്സിൻ്റെ ഉള്ളിലുണ്ടാകുമ്പോൾ, വാക്കുകൾക്കും വാചകങ്ങൾക്കും ഉള്ളിൽ ആ വ്യക്തി അത് മറച്ചു വെക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും അറിയാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് സൂക്ഷ്മത പാലിക്കുകയാണെങ്കിൽ, സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ അറിയാൻ കഴിയുമായിരിക്കും അങ്ങനെ ഒരു വ്യക്തി ഉണ്ട് എന്നും ആ വ്യക്തിക്ക് ഇത്തരത്തിലൊരു ആഗ്രഹമുണ്ടെന്നുള്ളതും. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ചില സൂചനകൾ ലഭിച്ചേക്കാം. അങ്ങനെ ഒരു വ്യക്തി
എന്നെ ആഗ്രഹിക്കുന്നുണ്ട്, എനിക്കറിയാം ഇന്ന വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ. എന്നിരുന്നാലും അകലുവാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ആ വ്യക്തിയുമായി ഒരു അകൽച്ച പാലിക്കുന്നത് നല്ലതാണ്. കാരണം ജീവിതത്തിൽ പല പ്രതിസന്ധികളിലേക്കും അത് തള്ളിവിട്ടേക്കാം. വളരെ നല്ല രീതിയിൽ പോകേണ്ട ജീവിതം ചിലപ്പോൾ ഒരുപക്ഷെ ഈ ഒരു കാരണം കൊണ്ടൊരു വലിയ പ്രതിസന്ധിയിലേക്ക് പോയേക്കാം. മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ തലകുനിക്കേണ്ടി വന്നേക്കാം. അതേക്കുറിച്ച് അറിയുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ സന്തോഷം തോന്നിയേക്കാം, ഇങ്ങനെ ഒരവസരം, ഇങ്ങനെ ഒരാൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത്. പക്ഷെ അത് ഒരിക്കലും നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ട് എടുക്കാതിരിക്കലാണ് നല്ലത്. കാരണം ജീവിതം ഒരു നിമിഷത്തെ സുഖമോ അല്ലെങ്കിൽ ഒരു നിമിഷത്തിൽ നമുക്ക് തോന്നുന്ന ആഗ്രഹത്തിൻ്റെ സഫലീകരണമൊന്നുമല്ല. അതിന് ധാർമ്മികമായും മറ്റു തലത്തിലൊക്കെ ഉള്ള പ്രതിസന്ധികൾ അത് പ്രശ്നമായേക്കാം. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് ആത്യന്തികമായി നിങ്ങൾക്ക് നല്ലത് എന്നുള്ളത് വ്യക്തമാക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.